ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഈവനിങ് വ്ളോഗായിട്ടാണ്. ആൻഡ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങളിനി 11th നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ കിട്ടിയോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമാണോ കിട്ടിയത്, ഇഷ്ടപ്പെട്ട സ്കൂളാണോ കിട്ടിയതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്മിഷനൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഞാനൊരു ഓർഗനൈസറൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ ഒന്ന് ഒതുക്കാനായിട്ടൊരു ഓർഗനൈസർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ സോറി. ഞാൻ വേണമെങ്കിൽ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദേ എൻ്റെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു സെക്ഷനാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല മെസ്സായിരുന്നു. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഒരു ഗൈഡുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ മാറ്റി വെക്കാനുള്ളതാണ്. പിന്നെ എൻ്റെ പണ്ടത്തെ സ്റ്റിക്കേഴ്സ് അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആകെ കൂടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സ്റ്റിക്കേഴ്സ് അത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാറൊന്നും ഇല്ല ഇപ്പോൾ. പിന്നെ അതിനകത്ത് ഗമ്മൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അത് ഒട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനകത്തുനിന്ന് എടുക്കാതെ കാണാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ എന്താ, നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കുന്നുണ്ട് കേട്ടോ. കുറേ ഫയൽസ് ഉണ്ട്, അതിലൊക്കെ ഫുള്ള് നിറഞ്ഞിട്ടും ഇരിക്കുകയാണ്. ഒരെണ്ണം മാത്രം നിറഞ്ഞിട്ടില്ല. അത് ഞാൻ ഇക്കൊല്ലത്തേക്ക് ഇങ്ങനെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി വേർത്ത് വെച്ചതാണ്. കുറേ ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെയോ അതിൻ്റെ മുമ്പത്തെ വർഷത്തെ എൻ്റെ സാൻസ്ക്രിറ്റിൻ്റെ നോട്ടാണ്. അതിനകത്ത് ഇപ്പോഴും പേജസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ എന്താ, അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മാർച്ചിൻ്റെ എക്സാം വന്ന അന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 month കഴിഞ്ഞിട്ട് കൂടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഞാനിവിടെ പാല് കുടിക്കുന്നുണ്ട്. പാല് ബൂസ്റ്റ് ഇട്ട അതാണ് കുടിക്കുന്നത്. പിന്നെന്താ, ഫയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കളർ പേപ്പേഴ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു വെക്കാനായിട്ട് കേട്ടോ. പിന്നെ അതാണ് ഏറ്റവും മുകളിലത്തെ നോട്ട് ബുക്സൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സെക്ഷന്. അപ്പോൾ ഈ കാണുന്ന നോട്ട് ബുക്സ് ഒക്കെ അതിൻ്റെ ക്വിസ് നോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ ക്വിസ് മത്സരങ്ങൾക്കൊക്കെ റെഗുലറായിട്ട് പോകാറുള്ള ഒരാളായതുകൊണ്ട് കുറേ ക്വിസിന് വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓർഗനൈസർ ഞാൻ 7th വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അന്ന് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് DIY ഓർഗനൈസർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ് പുതിയതായിട്ടുള്ള ഈ ഒരു ഓർഗനൈസറും. ഇത് പക്ഷെ അന്ന് ഞാൻ ഉണ്ടാക്കിയതുപോലെയല്ല ഉണ്ടാക്കിയത്. ഇത് വേറെ പാർട്സായിട്ട് കാർഡ്ബോർഡ് മുറിച്ചെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ അന്ന് എനിക്കൊരു ബിഗ് ബോക്സ് ആയിട്ട് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇങ്ങനെ ഷേപ്പിൽ വരച്ചിട്ടായിരുന്നു മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷെ അങ്ങനെ മുറിക്കാൻ പറ്റുന്ന കാർഡ്ബോർഡ് അല്ലായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് എൻ്റേതായ രീതിയിലൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി. പിന്നെന്താ, ഇതൊക്കെയാണ് എൻ്റെ പെൻ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ. എത്ര പെൻ ഹോൾഡർ ഉണ്ടെന്ന് പറഞ്ഞാലും അതിങ്ങനെ പരന്ന് കിടക്കും. അതങ്ങനെയാണ് കേട്ടോ. പിന്നെന്താ, എൻ്റെ ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആ ഒരു ടേബിളൂടെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ എൻ്റെ ബെഡ് ടേബിളും ഇരിക്കുന്നുണ്ട്. ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്ന് ആശ്വാസത്തോടു കൂടി ഇവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. എത്ര തണുപ്പെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ചൂട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ്. നല്ല സൺസെറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ക്ലിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വീഡിയോയിലെ തുടക്കത്തിലും അവസാനത്തിലൊക്കെ ഈ ക്ലിപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ, ഞാൻ ഇവിടെ വന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു സ്കിൻ കെയർ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വീക്കിലി ത്രൈസ് മാത്രം ചെയ്യുന്നതാണ്. ലാക്ടോക് ആലമൻഡ് ഈ ഒരു ലോഷന്. ഇത് ഫുൾ വീക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കെന്താ കുരുക്കളൊക്കെ വരുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ത്രൈസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ TV കണ്ടു, ഡിന്നർ കഴിച്ചു. ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ഈവനിങ്ങിലത്തെ പരിപാടി. മെയിനായിട്ടൊരു ക്ലീനിങ് വ്ളോഗ് തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ബൈ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ബൈ.